ഇന്നലെ മുതൽ ആ സാധനത്തിൽ നിന്ന് പവർ വന്നില്ല. അതാ ഞാൻ നോക്കാൻ പറഞ്ഞു. പവർ വന്നില്ല, മഴ ഇടിയൊക്കെയല്ലേ, ലൈൻ എന്താ കംപ്ലൈന്റ് ഉണ്ട്, നോക്കാം. ലൈനിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ ലൈൻ എന്തായി, എന്താ നടക്കുവോ? ഓ അതിന്റെ കാര്യം ഒന്നും പറയണ്ടടാ. വീട്ടുകാർ അമ്പതിന് ബില്ലിന് എടുക്കുന്നില്ല, അവളെയും കൂട്ടി ഒളിച്ചോടി നാട് വിട്ടു പോയാലെന്നാലും. ചേട്ടാ, ഒളിച്ചോടി നാട് വിട്ട് പോകണമെന്ന് ആണത്തമല്ല. ഒരുത്തിയെ കെട്ടി അവളുടെ കൂടെ കുറെ നാൾ താമസിച്ച് കഴിയുമ്പോൾ ഇവളെ വിട്ട് എങ്ങനെയെങ്കിലും ഒളിച്ചോടി നാട് വിട്ട് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന നേരത്തും അവളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുന്നതാണോ യഥാർത്ഥ ആണത്വം. ഇന്നലെ കിട്ടിയ അടിയുടെ ആയിരിക്കും ഈ മുഖം ഇങ്ങനെ വീങ്ങിയിരിക്കണല്ലേ. ഇലക്ട്രീഷ്യന്റെ പണി ചെയ്താൽ മതി, എന്നെ കുറച്ചുണ്ടാക്കണ്ട. എനിക്കിട്ടുണ്ടാക്കണം. ഈ ഫോണൊന്നും ഓണാവില്ലല്ലോ, മോളെ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു. എന്താ വലിയ പറ്റി? ഫോൺ ഓണാവില്ലടാ, കുറെ നേരമായി നോക്കിയിട്ട്. മോളെ ഒന്ന് വിളിക്കാനാ, എത്ര നോക്കിയിട്ട് പണ്ടാരും വർക്ക് ചെയ്യില്ല. ഇതുപോലത്തെ ചാത്ത ഫോണൊക്കെ മേടിച്ചു തന്നാൽ അതായിരിക്കും കുഴപ്പം. മിക്കവാറും ബാറ്ററി പോയതായിരിക്കും. നോക്കട്ടെ, കൊണ്ടാരം തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇടാ ഒന്ന് നോക്കിയടാ, ഇവൻ പഴയ കീപാഡ് ഫോണിന്റെ സ്പെഷ്യലിസ്റ്റാ. അപ്പൊ എന്താ ഇപ്പൊ പിന്നെ ഇലക്ട്രീഷ്യൻ പണിക്ക് പോണത്? ഇപ്പൊ ഇതുപോലത്തെ കീപാഡ് ഫോൺ ആരും ഉപയോഗിക്കുന്നില്ലല്ലോ, എല്ലാരും ഈ സ്മാർട്ട് ഫോൺ അല്ലേ. അതിന്റെ പണിയാണ് എനിക്ക് അറിയാനും പാടില്ല. പിന്നെ ജീവിക്കണ്ടേ, രണ്ടറ്റവും കൂട്ടി മുട്ടിക്കണ്ടേ. അതുകൊണ്ട് ഈ മെച്ചോള പണി നോക്കി. ബാറ്ററി പോയതായിരിക്കും, നോക്കടാ. ബാറ്ററി പോയതാണ് ഇപ്പൊ അറിയാം. അതിന് നിന്റെ കയ്യിൽ ബാറ്ററി ചെക്ക് ചെയ്യണ സാധനമൊന്നും ഇല്ല, പിന്നെ നോക്കുന്നത്. എന്റെ ചേച്ചി, ഇവൻ എന്തിനാ വെറുതെ വലിയ മെക്കാനിക്കൽ എഞ്ചിനീയർ ഒക്കെ ആക്കിയത്? എടാ, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ എങ്ങനെ ബാറ്ററി ചാർജ് ഉണ്ടോ നോക്കിക്കൊണ്ടിരുന്ന. എടാ, ബാറ്ററിയുടെ തുമ്പേ നമ്മുടെ നാവിന്റെ തുമ്പുകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കും, അപ്പൊ ഒരു തരിപ്പ് വരില്ലേ, അപ്പൊ ബാറ്ററി ചാർജ് ഉണ്ടെന്ന് അറിയത്തില്ലേ. ഓ അങ്ങനെ. മെക്കാനിക്കൽ എഞ്ചിനീയർ. ഇതിന് ചാർജ് ഉണ്ടല്ലോ, ഇതിന് ചാർജ് ഉണ്ടോ? ഇതിന് ചാർജ് ഉണ്ടല്ലോ, ഇതെന്നെ പറ്റിയത്? കൈ തട്ടി അറിയാതെ വെള്ളത്തിൽ വീണതാ മോനെ. മഴയത്തെ റോട്ടിൽ കൂടെ നടക്കുമ്പോഴേ സൂക്ഷിക്കണം. നല്ല ചാർജ് ഉണ്ടെന്നേ ബാറ്ററിക്ക്, നല്ല തിരക്കുണ്ട്. അത് റോഡിലല്ല മോനെ വീണേ, ക്ലോസറ്റിലാ വീണേ. അളിയാ, ഇപ്പോഴാണ് നീ ഒരു എഞ്ചിനീയർ ആയത്, ബയോ കെമിക്കൽ എഞ്ചിനീയർ.